മെഡിസെപ് സർക്കാർ വിഹിതം ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ. കേരള ബജറ്റ് പ്രഖ്യാപനത്തിൽ ശമ്പള പരിഷ്കരണ നടപടികൾ നടപ്പാക്കണമെന്നും സിവിൽ സർവീസിനെ തകർക്കുന്ന സർക്കാർ നയം അവസാനിപ്പിക്കണമെന്നും DA കുടിശ്ശിക അനുവദിക്കണമെന്നുമാണ് സംഘടനകളുടെ ആവശ്യം. മെഡിസെപ് സർക്കാർ വിഹിതം ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ മുന്നോട്ട് വരികയാണ്. കേരള ബജറ്റ് പ്രഖ്യാപനത്തിൽ ശമ്പള പരിഷ്കരണ നടപടികൾ നടപ്പാക്കണമെന്നും സിവിൽ സർവീസിനെ തകർക്കുന്ന സർക്കാർ നയം അവസാനിപ്പിക്കണമെന്നും DA കുടിശ്ശിക അനുവദിക്കണമെന്നുമാണ് സംഘടനകൾ ആവശ്യപ്പെടുന്നത്. കേരള ഗസറ്റ് ഓഫീസേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനത്തിലായിരുന്നു ആവശ്യങ്ങൾ ഉന്നയിച്ചതും. ശമ്പള പരിഷ്കരണ നടപടികൾ നടപ്പാക്കണമെന്നും സിവിൽ സർവീസിനെ തകർക്കുന്ന സർക്കാർ നയം അവസാനിപ്പിക്കണമെന്നുമാണ് ആവശ്യം. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പള പെൻഷൻ പരിഷ്കരണത്തിന് സർക്കാർ നടപടികൾ വേഗത്തിലാക്കുകയാണെന്ന വാർത്തകൾ നിരന്തരം കാണുന്നുണ്ടെങ്കിലും കുടിശ്ശിക കൊടുത്തു തീർക്കാനുള്ള നടപടികളിലേക്ക് ഇനിയും സർക്കാർ കടന്നിട്ടില്ല. അതേസമയം പണപ്പെരുപ്പത്തിന്റെ ആഘാതം നികത്തുന്നതിനായി നൽകുന്ന DA 5ാമത്തെയും 6ാമത്തെയും ശമ്പള പാനലുകളെ അപേക്ഷിച്ച് 7ാമത്തെ കേന്ദ്ര ശമ്പള കമ്മീഷൻ പ്രകാരം വളർച്ചയുടെ ഏറ്റവും മന്ദഗതിയിലാണ്. 8ാമത്തെ ശമ്പള കമ്മീഷന് കീഴിലുള്ള ഫലപ്രദമായ വേതന വർധനവിനെ ഇത് ബാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ ശമ്പള കമ്മീഷൻ നിലവിൽ വരുന്നതോടെ DA, പെൻഷൻകാർക്ക് നൽകുന്ന DR എന്നിവ 0ലേക്ക് പുനഃക്രമീകരിക്കും. 2006-2016 വരെ നീണ്ടുനിന്ന 6ാമത്തെ CPC പ്രകാരം അടിസ്ഥാന ശമ്പളത്തിന്റെ 125% DA വൻതോതിൽ വർദ്ധിച്ചിരുന്നു. 1996 മുതൽ 2006 വരെ നീണ്ടുനിന്ന 5ാമത്തെ CPCയുടെ കാലയളവിൽ DAയിൽ 74% വർധനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് കൂടുതലായിരുന്നു. 7ാമത്തെ CPC പ്രകാരം DA നിലവിൽ അടിസ്ഥാന ശമ്പളത്തിന്റെ 58%. എന്തുതന്നെയായാലും ശമ്പള പരിഷ്കരണ നടപടികൾ നടപ്പാക്കണമെന്ന ആവശ്യം അത് സർക്കാർ ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല. സിവിൽ സർവീസിനെ തകർക്കുന്ന സർക്കാർ നയം അവസാനിപ്പിക്കണമെന്നും ആവശ്യമുണ്ട്. അതേസമയം മെഡിസെപ്പിന്റെ സർക്കാർ വിഹിതം ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ ജീവനക്കാർ നിരത്തിലിറങ്ങേണ്ട സാഹചര്യമാണ്. DA കുടിശ്ശികയും അനുവദിക്കണമെന്ന് സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും കുടിശ്ശിക കൊടുത്തു തീർക്കാനുള്ള നടപടികളിലേക്ക് സർക്കാർ ഇതുവരെയും കടന്നിട്ടില്ല. ഇത്തവണത്തെ കേരള ബജറ്റിലും കേന്ദ്ര ബജറ്റിലും വളരെ പ്രതീക്ഷയിലാണ് ജീവനക്കാർ. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.